UAE തലസ്ഥാനമായ അബുദാബിയിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഫീസ് ഇനി വിവിധ തവണകളായി അടയ്ക്കാമെന്ന് അധികൃതർ. അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പാണ് ഈ പുതിയ നിർദ്ദേശം പ്രഖ്യാപിച്ചത്. ഇതോടെ ഇനി ഫീസ് പേയ്മെന്റ് ഷെഡ്യൂളുകൾ സ്കൂൾ വെബ്സൈറ്റുകളിൽ കൃത്യമായി പ്രസിദ്ധീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് എന്ന അദിക്കിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ചാണിത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഈ പ്രഖ്യാപനം ഏറെ ആശ്വാസകരമാകും. പുതിയ സ്കൂൾ ഫീസ് നയമനുസരിച്ച് സ്വകാര്യ സ്കൂളുകൾ അംഗീകൃത ഫീസ് വിവിധ തവണകളായി സ്വീകരിക്കണം. ട്യൂഷൻ ഫീസ്, വിദ്യാഭ്യാസ വിഭവങ്ങളുടെ ഫീസ്, സ്കൂൾ യൂണിഫോം ഫീസ്, ഗതാഗത ഫീസ്, പാഠ്യേതര പ്രവർത്തന ഫീസ്, മറ്റു ഫീസുകൾ, ബോർഡ് പരീക്ഷകൾക്കുള്ള പ്രത്യേക ഫീസ് എന്നിവ ഈടാക്കാൻ അനുമതി നൽകും. എന്നാൽ ബോർഡ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ്, ഈ ഫീസിന്റെ മറ്റു കാരണങ്ങൾ എന്നിവ വ്യക്തമായി വിശദീകരിച്ചിരിക്കണം. എന്നിട്ടാണ് സ്കൂളുകൾ ഫീസ് ഈടാക്കേണ്ടത്. ഡോക്യുമെന്റ് പ്രോസസ്സിംഗ്, മെയിലിംഗ്, മറ്റു അനുബന്ധ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് ഫീസ് നിരക്ക് ഈടാക്കുന്നത്. അതിനാൽ ഇനി സ്കൂളുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ പ്രത്യേക ബോർഡ് പരീക്ഷാ ഫീസുകൾ, ഓരോ ഗ്രേഡിലെയും ഫീസ്, മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകൾ എന്നിവ വ്യക്തമായി പ്രസിദ്ധീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മാത്രമല്ല, സ്കൂളുകൾ അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് പ്രസിദ്ധീകരിച്ച ഫീസ് എത്രയെന്നത് നേരത്തെ അറിയിച്ചിരിക്കണം. ഈ പേയ്മെന്റ് ഷെഡ്യൂളുകൾ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണം. ഈ അംഗീകൃത ഫീസ് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വകുപ്പിന്റെ ഔദ്യോഗിക മുദ്ര ഉണ്ടായിരിക്കണം. ഇതോടെ ഇനി തോന്നിയതുപോലെ സ്കൂളുകൾ ഫീസ് ഈടാക്കാൻ കഴിയില്ലെന്ന് സാരം. ഇതിനുകൂടിയാണ് അധികാരികൾ പുതിയ നിയന്ത്രണം വഴി വിലക്കിട്ടത്. ജയ്ഹിന്ദ് ന്യൂസ്, അബുദാബി. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.